നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അമ്പലപ്പുഴ ഉപജില്ലാ സ്കൂൾ ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളയ്ക്ക് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രമേള അമ്പലപ്പുഴ MLA ചിസ്ലാം ഉദ്ഘാടനം ചെയ്തു. എഴുപുന്ന പൊതുജനാരോഗ്യ കേന്ദ്രത്തിൽ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തി. അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതിയിലെ ആദ്യ മൈക്രോ പ്ലാൻ തയ്യാറാക്കിയത് ആലപ്പുഴയിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. വെൺമണി പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. വാർത്തകൾ വിശദമായി. അമ്പലപ്പുഴ ഉപജില്ലാ സ്കൂൾ ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളയ്ക്ക് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രമേള അമ്പലപ്പുഴ MLA ചിസ്ലാം ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ ഉപജില്ലാ സ്കൂൾ ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളയ്ക്ക് തുടക്കമായി. കാക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, SNVTTI, SDV ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രോത്സവം ചിസ്ലാം MLA ഉദ്ഘാടനം ചെയ്തു. അല്ലെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ ലബോറട്ടറിയൊക്കെ വളരെ പരിമിതമായിരിക്കും. ആ സമയത്തെല്ലാം നമ്മൾ എപ്പോഴും പറയില്ല ഇങ്ങനെ ചോക്ക് അധ്യാപക ചോക്ക് കാണിച്ചിട്ട് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയും. അപ്പൊ അതിനുശേഷമുള്ള കേരളത്തിന്റെ വിദ്യാഭ്യാസ സിസ്റ്റത്തിലേക്ക് നോക്കിയാൽ ആ കാഴ്ച മാറിയിട്ട് ഡിജിറ്റലായ സൗകര്യങ്ങൾ സ്കൂളുകളിലേക്ക് കുറെ സ്കൂളുകളിലേക്ക് വന്നു. അപ്പൊ കുട്ടികളുടെ മുന്നിൽ ആ സൗകര്യങ്ങൾ കൂടി ശാസ്ത്രത്തിന്റെ ഭാഗമായ മികവിൻ്റെതാണോ നേട്ടം എന്ന് പറയുന്നത്. ഹൃദയത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ തുടിക്കുന്ന ഹൃദയത്തെ സ്ക്രീനിൽ കാണിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന സൗകര്യത്തിലേക്ക് നമ്മൾ സ്കൂളുകൾ ഡെവലപ്പ് ചെയ്യണം. അല്ലെങ്കിൽ മറ്റ് സയൻസ് ലാബുകളിലേക്കുള്ള സൗകര്യങ്ങൾ ഈ പറഞ്ഞ പോലെ മെച്ചപ്പെടുത്തി വരുന്ന സാഹചര്യം കേരളം നോക്കി കാണാം. അപ്പൊ അങ്ങനെയെല്ലാം കുട്ടികൾ ഈ നിലയിലേക്ക് സ്വാഭാവികമായുള്ള വിവിധ മത്സരങ്ങളിലായി 77 സ്കൂളുകളിൽ നിന്ന് 2300ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. കാക്കാഴം സ്കൂൾ അങ്കണത്തിൽ നടത്തിയ സമ്മേളനത്തിൽ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. ഹാരിസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലേഖാമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V. അനിത, ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ AG ജയകൃഷ്ണൻ, സ്കൂൾ പ്രധാനാധ്യാപിക ലത ജോൺ, SNVTTI പ്രധാനാധ്യാപിക അക്ഷിത R. കുറുപ്പ്, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികളായ M. സുനിൽകുമാർ, M. മനോജ്, H. നവാസ്, വർഗീസ് തോമസ്, SMC ചെയർമാൻ A. നസീർ, നീർക്കുന്നം SDV സ്കൂൾ SMC ചെയർമാൻ പ്രശാന്ത് S. കുട്ടി, ശാസ്ത്രമേള കൺവീനർ രശ്മി, പുന്നപ്ര ജ്യോതികുമാർ എന്നിവർ സംസാരിച്ചു. AEO V. ഫാൻസി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് ഉദ്ഘാടനം ചെയ്യുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. എഴുപുന്ന പൊതുജനാരോഗ്യ കേന്ദ്രത്തിൽ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തി. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപുന്ന പൊതുജനാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ നിർവഹിച്ചു. ആശുപത്രി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് R. പ്രദീപ് അധ്യക്ഷത വഹിച്ചു. 2024-25 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 29 ലക്ഷം രൂപ ചെലവിൽ എക്സ്റേ മെഷീൻ, 2 ലക്ഷം രൂപ ചെലവിൽ കമ്പ്യൂട്ടർ, അനുബന്ധ ഉപകരണങ്ങൾ എന്നിങ്ങനെ ആകെ 31 ലക്ഷം രൂപ വകയിരുത്തിയാണ് യൂണിറ്റ് സ്ഥാപിച്ചത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ജീവൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീലേഖ അശോക്, സ്ഥിരം സമിതി അധ്യക്ഷൻ PK മധുക്കുട്ടൻ, പഞ്ചായത്ത് അംഗങ്ങളായ CS അഖിൽ, ബിന്ദു വിജയൻ, KP സ്മിനീഷ്, സോജിമോൾ ജിനു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിത്ത് മോനായി, അസിസ്റ്റന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിതിൻ, ഹെൽത്ത് സൂപ്രണ്ട് നവീൻ കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രശാന്ത്, മനോജ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതിയിലെ ആദ്യ മൈക്രോ പ്ലാൻ തയ്യാറാക്കിയത് ആലപ്പുഴയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അഭിപ്രായപ്പെട്ടു. വെൺമണി പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ആദ്യം മൈക്രോ പ്ലാൻ തയ്യാറാക്കിയ ജില്ലയാണ് ആലപ്പുഴയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അഭിപ്രായപ്പെട്ടു. വെൺമണി പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 3 സംസ്ഥാന അവാർഡുകൾ ജില്ലാ പഞ്ചായത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞപ്പോൾ രാജ്യത്തിലെ 5 അവാർഡുകളിൽ
3 അവാർഡ് ആലപ്പുഴ ജില്ലയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പഞ്ചായത്തുകൾ നേടിയെടുത്തു എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്ര നന്നായിട്ടാണ് പോകുന്നത് എന്നതിന് തെളിവാണ്. ബാലസൗഹൃദത്തിനുള്ളത്, ഏറ്റവും നല്ല ഗ്രാമപഞ്ചായത്തിനുള്ളത്, ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്തിനുള്ളത്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവാർഡുകൾ നമ്മുടെ വ്യത്യസ്ത പഞ്ചായത്തുകൾ നേടിയെടുത്തു. പദ്ധതി നിർവഹണത്തിന്റെ കാര്യത്തിൽ 100% ചെലവഴിച്ച് 3 വർഷക്കാലം ഹാട്രിക് നേടിയ ജില്ലയായിട്ട് നമ്മുടെ ജില്ല മാറുന്നു. ഇവിടെയെല്ലാം വെൺമണി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് എല്ലാ നേട്ടങ്ങളിലും അവരുടെ പേരും ഉണ്ടായിരുന്നു. അവർ പുറകോട്ടല്ല, ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പഞ്ചായത്ത്. സംസ്ഥാന ഗവൺമെന്റ് അതിനാവശ്യമായുള്ള ഒരിക്കൽ പോലും ഒരു ട്രഷറി ബാൻ ഇല്ലാതെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരിക്കൽ പോലും ഒരു ട്രഷറി ബാൻ ഇല്ലാതെ സുതാര്യമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവസരം ഒരുക്കി തന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം. അതിനു മുൻപുള്ളതും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഈ ഉള്ള സമയത്തെ കാര്യം മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. നോക്ക്, നാഷണൽ ഹൈവേ അടക്കം ഇപ്പൊ നാഷണൽ ഹൈവേ ചിലരെല്ലാം ചോദിക്കുന്നുണ്ട് എന്തിനാണ് തിരക്കെന്ന്. രാവിലെ തിരുവനന്തപുരം വരെ എത്തണമെങ്കിൽ നമ്മൾ വണ്ടിയിലാണെങ്കിൽ എത്ര സമയം എടുക്കുന്നത്? ഇപ്പൊ നാഷണൽ ഹൈവേ പൂർത്തീകരിച്ചാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് നമുക്ക് തിരുവനന്തപുരത്ത് എത്താൻ പറ്റുന്ന രീതിയിലേക്ക് നാഷണൽ ഹൈവേയുടെ വികസനം വരികയാണ്. വളരെ മാതൃകയായിട്ട് നാഷണൽ ഹൈവേ അടക്കം നമ്മുടെ സ്കൂളുകളടക്കം ആശുപത്രികളടക്കം, ഇവിടെയാണെങ്കിൽ മാവേലിക്കരയും ചെങ്ങന്നൂർ ആശുപത്രിയും നോക്ക്, മാവേലിക്കരയും ചെങ്ങന്നൂർ ആശുപത്രിയും ജില്ലയിലെ മെഡിക്കൽ കോളേജുകൾക്ക് തുല്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് ആ 2 ആശുപത്രികളും വരികയാണ്. കഴിഞ്ഞ വർഷം മാത്രം ലൈഫ് ഭവന പദ്ധതിക്കായി സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ തുക നൽകിയ ജില്ലാ പഞ്ചായത്താണ് ആലപ്പുഴ. 7.5 കോടി രൂപയാണ് നൽകിയത്. മാവേലിക്കരയിലും ചെങ്ങന്നൂരിലും വരാൻ പോകുന്ന ആശുപത്രികൾ ജില്ലയിലെ മെഡിക്കൽ കോളേജിന് തുല്യമായ സൗകര്യങ്ങളോടെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ പെൺമണി പഞ്ചായത്ത് പ്രസിഡന്റ് TC സുനിമോൾ അധ്യക്ഷയായി. ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ R രാജഗോപാലൻ, ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള ദേവി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ദിൽഷാദ്, പഞ്ചായത്ത് സെക്രട്ടറി D ലക്ഷ്മി, പഞ്ചായത്ത് അംഗം B ബാബു, സ്ഥിരം സമിതി അധ്യക്ഷരായ സൗമ്യ റെനി, അനിൽ ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങൾ, ചെയർപേഴ്സൺ MK സുധർമ്മ, അസിസ്റ്റന്റ് സെക്രട്ടറി S ഷാജി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സദസ്സിൽ സംബന്ധിച്ചു. നൂറുകണക്കിന് കാൽനടയാത്രക്കാരും അതിലേറെ വാഹനങ്ങളും ആശ്രയിക്കുന്ന നഗരത്തിലെ പ്രധാന ഇടറോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാര യോഗ്യമല്ലാതായിട്ടും റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്ന് നാട്ടുകാരുടെ ആക്ഷേപം. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. പലരും വീണ് ആക്സിഡന്റ് ഉണ്ടായിട്ടായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതെല്ലാം ഞങ്ങൾ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പോൾ ഇന്നാകട്ടെ നാളെ ആകും എന്നുള്ള രീതിയിൽ ഞങ്ങളും ഇങ്ങനെ ക്ഷമയോടെ നിന്നു. പക്ഷെ ഇനി ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ വയ്യ. കുണ്ടും കുഴിയായി കിടക്കുന്നുണ്ട്. കാൽനട യാത്രക്കാർക്ക് രാത്രി പ്രത്യേകിച്ച് പലരും തല്ലി വിടുന്നത് ഞാൻ കാണുന്നുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ് യാത്രക്കാരുടെ നടപടിയും വിധം റോഡ് താറുമാറായിട്ട് മാസങ്ങളായെങ്കിലും ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. ആലപ്പുഴ YMCA പാലത്തിന് പടിഞ്ഞാറ് മാർത്തോമ ചർച്ചിനോട് ചേർന്നുള്ള ചാത്തനാട് തോണ്ടൻകുളങ്ങരയിലേക്കുള്ള റോഡാണ് ഇതുവഴി സഞ്ചരിക്കുന്ന കാൽനട യാത്രക്കാർക്കടക്കം ദുരിതം സമ്മാനിക്കുന്നത്. സ്കൂൾ കുട്ടികൾ, വയോജനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ, കാറുകളടക്കം നൂറുകണക്കിന് ആളുകളും അതിലേറെ വാഹനങ്ങളും വിവിധ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ആശ്രയിക്കുന്ന നഗരത്തിലെ പ്രധാന ഇടറോഡുകളിൽ ഒന്നാണ് ഈ റോഡ്. എന്നാൽ കാൽനട പോലും അസാധ്യമായ റോഡിലൂടെ അപകടം കൂടാതെ സഞ്ചരിക്കണമെങ്കിൽ പ്രത്യേക പരിശീലനം നടത്തേണ്ട ഗതികേടിലാണ് തങ്ങളുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇനി ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ വയ്യ. അത്രയ്ക്ക് ദുരിതം അനുഭവിച്ചുകൊണ്ട് നമ്മളെല്ലാം ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരല്ലേ. മുനിസിപ്പാലിറ്റി ടാക്സ് എല്ലാം റെഗുലറായിട്ട് അടയ്ക്കുന്ന ഞങ്ങൾക്ക് ഈ ദുരിതമാണ് ഈ ആലപ്പുഴ മുനിസിപ്പാലിറ്റി. എല്ലാ സ്ഥലത്തും എല്ലാ ഏരിയയിലും ഇതുപോലുള്ള തോട് ഇത്രയും വർഷമായിട്ട് ഒരു വികസനവും ഈ തോടിന്റെ ഭാഗത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ തോടൊക്കെ സ്ലാബിട്ട് പോകേണ്ടത് എത്രയോ നാൾക്ക് മുമ്പ് ചെയ്തു പോകേണ്ടതാണ്. ഈ കുണ്ടും കുഴിയായി കിടക്കുന്നുണ്ട്. കാൽനട യാത്രക്കാർക്ക് രാത്രി പ്രത്യേകിച്ച് പലരും തല്ലി വിടുന്നത് ഞാൻ കാണുന്നുണ്ട്. പട്ടിശല്യം
ഇരുട്ട് അടിച്ച് കിടക്കുന്ന പോലെ ഉള്ളതുകൊണ്ട് പട്ടി ശല്യം. പിന്നെ അവർ ഓട്ടോ വിളിച്ചാൽ പോലും ഇപ്പം ഇങ്ങോട്ട് വരത്തില്ല. കാരണം അത്യാവശ്യമായിട്ട് ആരെയും കൊണ്ടുപോയി ഈ റോഡിന്റെ കിടപ്പ് കൊണ്ട് അവരാരും വരത്തില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. അതിന് എൻ്റെ ഏറ്റവും ബിസിയായ റോഡാണ്. റോഡിന്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളോട് പരാതിപ്പെട്ടിട്ടും നാളിതുവരെ യാതൊരു പരിഹാരം കാണാത്തതും പ്രദേശവാസികളോടുള്ള അവഗണനയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇരുചക്ര വാഹനങ്ങളിൽ കുടുംബവുമായി ഇതുവഴി യാത്ര ചെയ്യുന്നവർ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയായി മാറിയതായും റോഡരികിലൂടെയുള്ള ചെറുതോടിന്റെ കൈവരികൾ തകർന്ന നിലയിലായതിനാൽ വലിയ അപകടം പതിയിരിക്കുന്നതായും നാട്ടുകാർ സൂചിപ്പിക്കുന്നു. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതോടൊപ്പം ചെറുതോടിന്റെ സംരക്ഷണ ഭിത്തി കെട്ടി മുകളിൽ സ്ലാബുകൾ സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾക്ക് ആശങ്കയില്ലാത്ത സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികാഘോഷത്തിന്റെ ഭാഗമായി വയലാർ സുവർണ സ്മൃതി എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ മാസം 24-ാം തീയതി വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വയലാർ സുവർണ സ്മൃതി എന്ന പേരിൽ ഒരു പരിപാടി സമസ്ത കേരള സാഹിത്യ പരിഷത്ത് രാഘവപ്പറമ്പിലെ ചന്ദ്രകളഭം ഓഡിറ്റോറിയത്തിൽ നടത്തുകയാണ്. നമുക്കറിയാം, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പാടിയ കവിയായിരുന്നു വയലാർ രാമവർമ്മ. അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ രചനകൾ നടത്തിയെങ്കിലും പ്രത്യയശാസ്ത്രം ഒരിക്കലും ഒരു ബാധ്യതയായി ജീവിതത്തിന്മേൽ മാറി. വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികാഘോഷം വിപുലമായ ചടങ്ങുകളുടെ നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 24-ന് ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി വയലാർ സുവർണ സ്മൃതി എന്ന പരിപാടിയും നടത്തും. സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ, വിവിധ സംഘടനകളിലെ അംഗങ്ങളടക്കം സംബന്ധിക്കുമെന്നും നെടുമുടി ഹരികുമാർ സൂചിപ്പിച്ചു. ആലപ്പുഴ നഗരസഭയുടെ വികസന സദസ്സിനോടൊപ്പം തൊഴിൽ മേളയും നടത്തുമെന്ന് നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നഗരസഭാ അധ്യക്ഷ ഇക്കാര്യം വ്യക്തമാക്കിയത്. ആലപ്പുഴ നഗരസഭയുടെ വികസന സദസ്സിനോടൊപ്പം തൊഴിൽ മേളയും സംഘടിപ്പിക്കുമെന്ന് ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നഗരസഭാ അധ്യക്ഷ ഇക്കാര്യം അറിയിച്ചത്. സാഹചര്യത്തിൽ 2000-ഓളം അപേക്ഷകരാണ് നമുക്ക് ഈ തൊഴിൽ മേളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ. അവർക്കൊക്കെ തന്നെ തൊഴിൽ കൊടുക്കുന്നതിനാവശ്യമായ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് സ്വായത്തമാക്കാൻ സാധ്യമല്ലാത്ത ഈ സാഹചര്യത്തിൽ വിദ്യാസമ്പന്നരായ നിരവധി ചെറുപ്പക്കാർ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും തൊഴിൽ അന്വേഷിച്ച് വരുന്നവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നഗരസഭയും എത്തിച്ചേർന്നത്. വിവിധ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ 2000-ഓളം യുവാക്കൾ തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും തൊഴിൽ ദാതാക്കളായി തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ വിവിധ സ്ഥാപനങ്ങളും ഇതിനോടകം തങ്ങളുടെ സമ്മതം അറിയിച്ചതായും കെ ജയമ്മ കൂട്ടിച്ചേർത്തു. ആലപ്പുഴ പ്രസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച പ്രസ് മീറ്റിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MR പ്രേം, AS കവിത, MG സതീദേവി എന്നിവരും സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പലപ്പുഴ ഉപജില്ലാ സ്കൂൾ ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളയ്ക്ക് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രമേള അമ്പലപ്പുഴ MLA ചിസ്രാം ഉദ്ഘാടനം ചെയ്തു. എഴുപുന്ന പൊതുജനാരോഗ്യ കേന്ദ്രത്തിൽ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തി. അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതിയിലെ ആദ്യ മൈക്രോ പ്ലാൻ തയ്യാറാക്കിയത് ആലപ്പുഴയിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. വെൺമണി പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.